ഓം ശാന്തി 31/12/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബ ദിവസവും എന്താണോ പഠിപ്പിക്കുന്നത്, ഈ പഠിപ്പ് ഒരിക്കലും മുടക്കരുത്. ഈ പഠിപ്പിലൂടെയേ ഉള്ളിലെ സംശയങ്ങൾ ഇല്ലാതാകൂ. ചോദ്യം: ബാബയുടെ ഹൃദയത്തെ ജയിക്കുന്നതിനുള്ള യുക്തി എന്താണ്? ഉത്തരം: ബാബയുടെ ഹൃദയം ജയിക്കണമെങ്കിൽ ഏതുവരെ സംഗമയുഗമുണ്ടോ അതുവരെ ബാബയിൽ നിന്നും ഒന്നും ഒളിപ്പിക്കരുത്. തന്റെ സ്വഭാവത്തിനു മേൽ പൂർണ്ണ ശ്രദ്ധ നൽകൂ. അഥവാ എന്തെങ്കിലും പാപം ഉണ്ടാവുകയാണെങ്കിൽ അവിനാശി സർജനെ കേൾപ്പിക്കൂ. എങ്കിൽ ഭാരരഹിതമാകും. ബാബ എന്താണോ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് ബാബയുടെ ദയ, കൃപ അഥവാ ആശീർവാദം. അതിനാൽ ബാബയിൽ നിന്ന് ദയയും കൃപയും യാചിക്കുന്നതിനു പകരം സ്വയം തന്റെ മേൽ കൃപ കാണിക്കൂ. ഇങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്ത് ബാബയുടെ ഹൃദയത്തെ ജയിക്കൂ. ഓം ശാന്തി. ഇപ്പോൾ ആത്മീയ കുട്ടികൾക്ക് ഇത് അറിയാവുന്നതാണ്. അതായത് പുതിയ ലോകത്തിൽ സുഖമാണ്, പഴയ ലോകത്തിൽ ദുഃഖമാണ്. ദുഃഖമാകുമ്പോൾ എല്ലാവരും ദുഃഖത്തിലേക്ക് വരും. സുഖമാകുമ്പോൾ എല്ലാവരും സുഖത്തിലേക്ക് വരും. സുഖത്തിന്റെ ലോകത്തിൽ ദുഃഖത്തിന്റെ പേരോ അടയാളമോ ഉണ്ടാകില്ല. പിന്നീട് എവിടെയാണോ ദുഃഖമുള്ളത് അവിടെ സുഖത്തിന്റെ പേരോ അടയാളമോ ഉണ്ടാകില്ല. എവിടെ പാപമുണ്ടോ അവിടെ പുണ്യത്തിന്റെ പേരോ അടയാളമോ ഇല്ല. എവിടെ പുണ്യമുണ്ടോ അവിടെ പാപത്തിന്റെ പേരോ അടയാളമോ ഉണ്ടാകില്ല. അത് ഏത് സ്ഥലമാണ്? ഒന്ന് സത്യയുഗം, രണ്ടാമത് കലിയുഗം. ഇത് കുട്ടികളുടെ ബുദ്ധിയിൽ തീർച്ചയായും ഉണ്ടാകും. ഇപ്പോൾ ദുഃഖത്തിന്റെ സമയം പൂർത്തിയാവുകയാണ്. മാത്രമല്ല സത്യയുഗത്തിനായി തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. നമ്മളിപ്പോൾ ഈ പതിത ലോകത്തിൽ നിന്നും മറുഭാഗത്തേക്ക് സത്യയുഗത്തിലേക്ക്, അർത്ഥം രാമരാജ്യത്തിലേക്ക് പോവുകയാണ്. പുതിയ ലോകത്തിൽ സുഖമാണ്, പഴയ ലോകത്തിൽ ദുഃഖമാണ്. ആരാണോ സുഖം നൽകുന്നത് അവർ തന്നെയാണ് ദുഃഖവും നൽകുന്നത്. ഇങ്ങനെയല്ല. ബാബ സുഖം നൽകുന്നു, ദുഃഖം മായ രാവണനാണ് നൽകുന്നത്. ആ ശത്രുവിന്റെ കോലം ഓരോ വർഷവും കത്തിക്കുന്നു. ദുഃഖം നൽകുന്നവരെ സദാ കത്തിക്കുന്നു. കുട്ടികൾക്കറിയാം, എപ്പോൾ രാവണന്റെ രാജ്യം പൂർത്തിയാകുന്നുവോ അപ്പോൾ എന്നേക്കുമായി രാവണൻ അവസാനിക്കുന്നു. 5 വികാരങ്ങൾ തന്നെയാണ് ആദി മധ്യ അന്ത്യം എല്ലാവർക്കും ദുഃഖം നൽകി വന്നത്. നിങ്ങളിവിടെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം, ഞങ്ങൾ ബാബയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. രാവണനെ നിങ്ങൾ ബാബ എന്ന് വിളിക്കില്ല. രാവണനെ പരമപിത പരമാത്മാവ് എന്ന് വിളിക്കുന്നത് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ചിലർ കരുതുന്നു ലങ്കയിൽ രാവണൻ ഉണ്ടായിരുന്നുവെന്ന്. ബാബ പറയുന്നു, ഈ മുഴുവൻ ലോകവും ലങ്കയാണ്. വാസ്കോഡി ഗാമ കപ്പലിലും ബോട്ടിലും ലോകം ചുറ്റിക്കറങ്ങി എന്ന് പറയുന്നു. ആ സമയത്ത് വിമാനമൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിനും ആവിയിലാണ് ഓടിയത്. വൈദ്യുതി മറ്റൊരു വസ്തുവാണ്. ഇപ്പോൾ ബാബ പറയുന്നു, ലോകം ഒന്നേ ഉള്ളൂ. പുതിയതിൽ നിന്ന് പഴയതും പഴയതിൽ നിന്ന് പുതിയതുമായി മാറുന്നു. സ്ഥാപന, പാലന, വിനാശം എന്ന് പറയില്ല. ആദ്യം സ്ഥാപന, പിന്നീട് വിനാശം, അതിനും ശേഷമാണ് പാലന.
ഇതാണ് ശരിയായ വാക്കുകൾ. പിന്നീട് രാവണന്റെ പാലന ആരംഭിക്കുന്നു. അത് അസത്യതയുള്ളവരും വികാരിയും പതിതവുമായി മാറുന്നതിനുള്ള പാലനയാണ്. ഇതിനാലാണ് എല്ലാവരും ദുഃഖികളായി മാറുന്നത്. ബാബ ഒരിക്കലും ആർക്കും ദുഃഖം നൽകുന്നില്ല. ഇവിടെ തമോ പ്രധാനമായതിനാൽ ബാബയെ തന്നെ സർവവ്യാപി എന്ന് പറയുന്നു. നോക്കൂ എന്തായിരിക്കുന്നു. ഇത് നടക്കുമ്പോഴും കറങ്ങുമ്പോഴും നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ഇത് വളരെ സഹജമാണ്. കേവലം അല്ലാഹുവിന്റെ കാര്യമാണ്. മുസ്ലിങ്ങളും പറയുന്നു, ഉണർന്ന് അല്ലാഹുവിനെ ഓർമ്മിക്കൂ. സ്വയം അതിരാവിലെ ഉണരുന്നു. അവർ പറയും, അല്ലാഹു അഥവാ ഭഗവാനെ ഓർമ്മിക്കൂ. നിങ്ങൾ പറയും, അച്ഛനെ ഓർമ്മിക്കൂ. ബാബ എന്ന വാക്ക് വളരെ മധുരമാണ്. അല്ലാഹു എന്ന് പറയുമ്പോൾ സമ്പത്ത് ഓർമ്മ വരില്ല. ബാബ എന്ന് വിളിക്കുമ്പോൾ സമ്പത്തും ഓർമ്മ വരും. മുസ്ലിങ്ങൾ അച്ഛനെന്ന് വിളിക്കില്ല. അവർ പിന്നീട് അല്ലാഹുവിനെ യജമാനൻ എന്ന് പറയും. യജമാനനും ബീബിയും. ഈ മുഴുവൻ വാക്കുകളും ഭാരതത്തിലാണ് ഉള്ളത്. പരമപിത പരമാത്മാവ് എന്ന് പറയുമ്പോൾ തന്നെ ശിവലിംഗം ഓർമ്മ വരും. യൂറോപ്പിലുള്ളവർ ഗോഡ് ഫാദർ എന്ന് പറയുന്നു. ഭാരതത്തിൽ കല്ലിനെയും മുള്ളിനെയും ഭഗവാൻ എന്ന് മാനിക്കുന്നു. ശിവലിംഗവും കല്ലുകൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഈ കല്ലിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. ഭഗവാനെ ഓർമ്മിക്കുമ്പോൾ കല്ലാണ് മുന്നിൽ വരിക. കല്ലിനെ ഭഗവാനെന്ന് കരുതി പൂജിക്കുന്നു. കല്ല് എവിടെ നിന്നാണ് വരുന്നത്? പർവ്വത മുകളിൽ നിന്ന് വീണ് വീണ് ഗോളാകൃതിയിലാകുന്നു. പിന്നെ പ്രകൃതിദത്തമായ അടയാളവുമായി മാറുന്നു. ദേവീ ദേവതകളുടെ മൂർത്തി ഇങ്ങനെ ആയിരിക്കില്ല. കല്ലിനെ കൊത്തിക്കൊത്തി കണ്ണും മൂക്കും മുഖവും ചെവിയും എല്ലാം വെച്ച് എത്ര സുന്ദരമായി ഉണ്ടാക്കുന്നു. വളരെയധികം ചിലവ് ചെയ്യുന്നു. ശിവബാബയുടെ മൂർത്തിയുടെ കാര്യത്തിൽ ഒരു ചിലവിന്റെയും കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ സ്വയം ചൈതന്യത്തിലുള്ള ദേവീ ദേവതകളായി മാറുകയാണ്. ചൈതന്യത്തിലുള്ളപ്പോൾ പൂജയൊന്നും ചെയ്യുന്നില്ല. എപ്പോഴാണോ കല്ലുബുദ്ധിയായി മാറുന്നത് അപ്പോഴാണ് കല്ലിന്റെ പൂജ ചെയ്യുന്നത്. ചൈതന്യത്തിലായിരുന്നപ്പോൾ പൂജ്യരാണ്. പിന്നീടാണ് പൂജാരിയായി മാറുന്നത്. അവിടെ പൂജാരിയും ഉണ്ടാകില്ല, കല്ലുകൊണ്ടുള്ള മൂർത്തിയും ഉണ്ടാകില്ല. ആവശ്യമേ ഇല്ല. ആരാണോ ചൈതന്യത്തിൽ ഉണ്ടായിരുന്നത് അവരുടെ ഓർമ്മചിഹ്നമായി കല്ലുകൊണ്ടുള്ള മൂർത്തി വെക്കുന്നു. ഇപ്പോൾ ഈ ദേവതകളുടെ ജീവിതകഥ നിങ്ങൾക്ക് മനസ്സിലായി. ഈ ദേവതകളുടെ ജീവിതകഥ എന്തായിരുന്നു? വീണ്ടും അത് തന്നെ ആവർത്തിക്കും. മുൻപ് ഈ ജ്ഞാന നേത്രം ഉണ്ടായിരുന്നില്ല. അതിനാൽ കല്ല് ബുദ്ധികളായിരുന്നു. ഇപ്പോൾ ബാബയിൽ നിന്നും ജ്ഞാനം ലഭിച്ചു. ജ്ഞാനം ഒന്നേ ഉള്ളൂ. പക്ഷേ എടുക്കുന്നവർ നമ്പർ വൈസാണ്. നിങ്ങളുടെ രുദ്രമാലയും ഈ ധാരണയുടെ ആധാരത്തിലാണ് ഉണ്ടാകുന്നത്. ഒന്നാമത് രുദ്രമാല, അടുത്തത് രുണ്ടുമാല. ഒന്ന് സഹോദരന്മാരുടേതാണ്, അടുത്തത് സഹോദരീ സഹോദരങ്ങളുടേതാണ്. ഇത് ബുദ്ധിയിൽ വരുന്നുണ്ട്. നമ്മൾ ആത്മാക്കൾ ചെറിയ ചെറിയ ബിന്ദു പോലെയാണ്. ഭ്രകുടിക്ക് നടുവിൽ തിളങ്ങുന്ന അത്ഭുത നക്ഷത്രം എന്ന പാട്ടും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ആത്മാക്കൾ ചൈതന്യത്തിലാണ്, ഒരു ചെറിയ നക്ഷത്രത്തെ പോലെ. പിന്നീട് എപ്പോഴാണോ ഗർഭത്തിൽ വരുന്നത് അപ്പോൾ ആദ്യം എത്ര ചെറിയ പിണ്ഡമായിരിക്കും, പിന്നീട് എത്ര വലുതാകുന്നു.
അതേ ആത്മാവ് തന്റെ ശരീരത്തിലൂടെ അവിനാശി പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കും. ഈ ശരീരത്തെയാണ് പിന്നീട് എല്ലാവരും ഓർമ്മിക്കുക. ഈ ശരീരം തന്നെയാണ് നല്ലതോ മോശമോ ആയതിനാൽ എല്ലാവരെയും ആകർഷിക്കുന്നത്. സത്യയുഗത്തിൽ ആത്മാഭിമാനിയായി മാറൂ, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ എന്ന് പറയില്ല. ഈ ജ്ഞാനം നിങ്ങൾക്ക് ഇപ്പോഴാണ് ലഭിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കറിയാം, ആത്മാവ് ഇപ്പോൾ പതീതം ആയിരിക്കുകയാണ്. പതീതമായതിനാൽ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അത് തല തിരിഞ്ഞതാകുന്നു. ബാബ നേരായ കർമ്മങ്ങൾ ചെയ്യിക്കുന്നു, മായ തലതിരിഞ്ഞ കർമ്മങ്ങൾ ചെയ്യിക്കുന്നു. ഏറ്റവും വലിയ തലതിരിഞ്ഞ കർമ്മമാണ് ബാബയെ സർവവ്യാപി എന്ന് പറയുന്നത്. ആത്മാവ് എന്ത് പാർട്ട് അഭിനയിക്കുന്നുവോ അത് അവിനാശിയാണ്. അതിനെ കത്തിക്കാൻ പറ്റില്ല. അതിന്റെ പൂജയാണ് ഉണ്ടാകുന്നത്. ശരീരത്തെയാണ് കത്തിക്കുന്നത്. ആത്മാവ് എപ്പോൾ ശരീരം ഉപേക്ഷിക്കുന്നോ അപ്പോൾ ശരീരം കത്തിക്കുന്നു. ആത്മാവ് അടുത്ത ശരീരത്തിൽ പ്രവേശിക്കുന്നു. ആത്മാവില്ലാതെ ശരീരം 2-4 ദിവസം പോലും വെക്കാൻ സാധിക്കില്ല. ചിലരാണെങ്കിൽ ശരീരത്തിൽ മരുന്നെല്ലാം ഒഴിച്ച് ശരീരത്തെ സൂക്ഷിക്കുന്നു. പക്ഷെ എന്താണ് ഉപകാരം? ക്രിസ്ത്യൻസിൽ ഒരു സെയിന്റ് സേവിയർ ഉണ്ട്. അവരുടെ ശരീരം ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവർക്ക് വേണ്ടി ക്ഷേത്രം പോലെ നിർമ്മിച്ചിരിക്കുകയാണ്. ആരെയും കാണിക്കുന്നില്ല, അവരുടെ പാദം മാത്രമേ കാണിക്കുന്നുള്ളൂ. പറയുന്നു, അഥവാ ആരെങ്കിലും പാദത്തിൽ നമസ്കരിക്കുകയാണെങ്കിൽ അവർക്കൊരു അസുഖവും വരില്ല. പാദത്തിൽ നമസ്കരിക്കുന്നതിനാൽ അസുഖം വിട്ടുമാറിയാൽ അവരുടെ കൃപയാണ് എന്ന് കരുതുന്നു. ബാബ പറയുന്നു, ഭാവനയുടെ ഫലം ലഭിക്കും. നിശ്ചയ ബുദ്ധി ആകുന്നതിലൂടെ അല്പം ഫലം ലഭിക്കുന്നു. ബാക്കി അങ്ങനെയാണെങ്കിൽ അനേകം ആളുകൾ അവിടേക്ക് പോകുമായിരുന്നു. മേള തന്നെ ഉണ്ടാകും. ബാബയും ഇവിടെ വന്നിട്ടുണ്ട്, എന്നിട്ടും അത്ര കൂട്ടം ഉണ്ടാകുന്നില്ല. അനേകം ആളുകൾക്ക് വരാൻ സ്ഥലവും ഇല്ല. എപ്പോഴാണോ അനേകം ആളുകൾ വരേണ്ട സമയമാകുന്നത് അപ്പോൾ വിനാശവും ഉണ്ടാകും. ഇതും ഡ്രാമയിൽ ഉള്ളതാണ്. ഇതിന് തുടക്കമോ അവസാനമോ ഇല്ല. വൃക്ഷത്തിന്റെ ജീർണിച്ച അവസ്ഥയുണ്ടാകുന്നു, അതായത് തമോ പ്രധാനമായി മാറുന്നു. അപ്പോഴാണ് ഈ വൃക്ഷത്തിന്റെ പരിവർത്തനം ഉണ്ടാകുന്നത്. പരിധിയില്ലാത്ത എത്ര വലിയ വൃക്ഷമാണിത്! ആർക്കാണോ ആദ്യ നമ്പറിൽ പോകേണ്ടത് അവരാണ് ആദ്യം വരിക. നമ്പർ വയസ്സായി വരുമല്ലോ. മുഴുവൻ സൂര്യവംശികളും ഒരുമിച്ച് വരില്ലല്ലോ. ചന്ദ്രവംശികൾക്കും ഒരുമിച്ച് വരാൻ സാധിക്കില്ല. നമ്പർ അനുസരിച്ച് മാല പ്രകാരമാണ് വരിക. പാർട്ടുധാരികൾ മുഴുവൻ ഒരുമിച്ച് എങ്ങനെ വരും? കളി തന്നെ അലങ്കോലപ്പെടും. ഈ കളി വളരെ കൃത്യമായി ഉണ്ടാക്കിയതാണ്. ഇതിലൊരു മാറ്റവും ഉണ്ടാകില്ല. മധുരമധുരമായ കുട്ടികൾ ഇവിടെ ഇരിക്കുമ്പോൾ ബുദ്ധിയിൽ ഇത് ഓർമ്മ വരണം. മറ്റ് സത്സംഗങ്ങളിൽ വേറെ പല കാര്യങ്ങളുമാണ് ബുദ്ധിയിൽ വരുന്നത്. ഇത് ഒരു പഠിപ്പേ ഉള്ളൂ. ഇതിലൂടെ നിങ്ങളുടെ സമ്പാദ്യം ഉണ്ടാകുന്നു. ആ ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിലൂടെ സമ്പാദ്യം ഉണ്ടാകുന്നില്ല. എന്തെങ്കിലും നല്ല ഗുണങ്ങൾ ഉണ്ടാകും. ഗ്രന്ഥം പഠിക്കുന്നുണ്ട് എന്നതിനാൽ അവർ നിർവികാരിയാണ് എന്നല്ല. ബാബ പറയുന്നു, ഈ ലോകത്തിൽ എല്ലാവരും ഭ്രഷ്ടാചാരത്തിലൂടെയാണ് ജന്മമെടുക്കുന്നത്. നിങ്ങൾ കുട്ടികളോട് പലരും ചോദിക്കാറുണ്ട്, അവിടെ ജന്മമെടുക്കുന്നത് എങ്ങനെയാണ് എന്ന്.
പറയൂ, അവിടെ 5 വികാരങ്ങൾ ഉണ്ടാകില്ല. യോഗബലത്തിലൂടെയാണ് കുഞ്ഞ് ജനിക്കുന്നത്. മുൻപ് തന്നെ സാക്ഷാത്കാരം ലഭിക്കും, എനിക്ക് കുഞ്ഞ് ജനിക്കാൻ പോവുകയാണെന്ന്. അവിടെ വികാരത്തിന്റെ കാര്യമില്ല. ഇവിടെയാണെങ്കിൽ കുട്ടികളെ പോലും മായ വീഴ്ത്താറുണ്ട്. ചിലർ വന്ന് ബാബയെ കേൾപ്പിക്കാറുമുണ്ട്. കേൾപ്പിച്ചില്ലെങ്കിൽ 100 മടങ്ങായി ശിക്ഷ വർദ്ധിക്കും. ബാബ മുഴുവൻ കുട്ടികളോടും പറയുന്നുണ്ട്, എന്തെങ്കിലും പാപകർമ്മം ഉണ്ടാവുകയാണെങ്കിൽ അത് പെട്ടെന്ന് ബാബയോട് പറയണം. ബാബ അവിനാശി വൈദ്യനാണ്. സർജനെ കേൾപ്പിക്കുന്നതിലൂടെ നിങ്ങൾ ഭാരരഹിതമാകും. ഏതുവരെ സംഗമയുഗമുണ്ടോ അതുവരെ ബാബയിൽ നിന്ന് ഒന്നും ഒളിപ്പിക്കരുത്. ആരെങ്കിലും ഒളിപ്പിക്കുകയാണെങ്കിൽ ബാബയുടെ ഹൃദയത്തെ ജയിക്കാൻ സാധിക്കില്ല. എല്ലാത്തിന്റെയും ആധാരം പുരുഷാർത്ഥമാണ്. സ്കൂളിലേക്ക് വരുന്നേയില്ലെങ്കിൽ സ്വഭാവം എങ്ങനെ നന്നാവും? ഈ സമയത്ത് എല്ലാവരുടെയും സ്വഭാവം മോശമാണ്. വികാരം തന്നെയാണ് ആദ്യ നമ്പറിലുള്ള മോശമായ സ്വഭാവം. അതിനാൽ ബാബ പറയുകയാണ്, കുട്ടികളെ, കാമവികാരം നിങ്ങളുടെ മഹാശത്രുവാണ്. മുൻപും ഗീതയിൽ ഈ കാര്യം കേട്ടിരുന്നു. പക്ഷെ അന്ന് ഒന്നും മനസ്സിലായിരുന്നില്ല. ഇപ്പോൾ ബാബ നേരിട്ട് ഗീത കേൾപ്പിക്കുകയാണ്. ഇപ്പോൾ ബാബ നിങ്ങൾ കുട്ടികൾക്ക് ദിവ്യദൃഷ്ടി നൽകിയിട്ടുണ്ട്. അതിനാൽ ഭക്തിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തെന്തെല്ലാം ചെയ്തിരുന്നു എന്നോർത്ത് ചിരി വരുന്നു. ഇപ്പോൾ ബാബ പഠിപ്പ് നൽകുകയാണ്. ഇതിൽ ദയ, കൃപ അല്ലെങ്കിൽ ആശീർവാദത്തിന്റെ കാര്യമില്ല. സ്വയം തന്നോട് തന്നെ ദയ, കൃപ അഥവാ ആശീർവാദം ചെയ്യണം. ബാബ ഓരോ കുട്ടിയെയും പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. ചിലർ പുരുഷാർത്ഥം ചെയ്ത് ബാബയുടെ ഹൃദയത്തെ ജയിക്കുന്നു. ചിലരാണെങ്കിൽ പുരുഷാർത്ഥം ചെയ്ത് മരിച്ചു പോകുന്നു. ബാബയാണെങ്കിൽ എല്ലാ കുട്ടികളെയും ഒരുപോലെയാണ് പഠിപ്പിക്കുന്നത്. പിന്നീട് ചില സമയത്ത് ഇങ്ങനെയുള്ള ഗൂഹ്യമായ കാര്യങ്ങൾ പുറത്തുവരും. അത് പഴയ സംശയങ്ങളെ ഉണർത്തും. പിന്നീട് എഴുന്നേറ്റ് നിൽക്കും. അതിനാൽ ഒരിക്കലും ബാബയുടെ പഠിപ്പ് മിസ്സാക്കരുത്. മുഖ്യമായത് ബാബയുടെ ഓർമ്മയാണ്. ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. അഥവാ ആരെങ്കിലും മോശമായി എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടും കേൾക്കാതിരിക്കണം. മോശമായത് കേൾക്കരുത്. ഉയർന്ന പദവി പ്രാപ്തമാക്കണമെങ്കിൽ മാനം, അപമാനം, സുഖം, ദുഃഖം, ജയം, തോൽവി ഇവയെല്ലാം തീർച്ചയായും സഹിക്കണം. ബാബ എത്ര യുക്തി പറഞ്ഞു തരുന്നു. എന്നിട്ടും കുട്ടികൾ ബാബ പറയുന്നത് കേട്ടിട്ടും കേൾക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അവർ എന്ത് പദവി നേടും? ബാബ പറയുന്നു, ഏതുവരെ അശരീരിയായി മാറുന്നില്ലയോ അതുവരെ മായയിൽ നിന്ന് എന്തെങ്കിലും മുറിവേറ്റുകൊണ്ടിരിക്കും. ബാബയുടെ വാക്കുകൾ മാനിച്ചില്ലെങ്കിൽ അത് ബാബയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്നിട്ടും ബാബ പറയുന്നു, കുട്ടികളെ, സദാ ജാഗരൂകരും വിജയിയുമായിരിക്കൂ. മാത്രമല്ല ബാബയെ ഓർമ്മിച്ച് ഉയർന്ന പദവി പ്രാപ്തമാക്കൂ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ആരെങ്കിലും എന്തെങ്കിലും തലതിരിഞ്ഞ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് കേട്ടിട്ടും കേൾക്കാതിരിക്കണം. മോശമായത് കേൾക്കരുത്. ദുഃഖം, സുഖം, മാനം, അപമാനം എന്നിവയെല്ലാം സഹിക്കണം. 2.
ബാബ എന്താണോ കേൾപ്പിക്കുന്നത് അതിനെ ഒരിക്കലും കേട്ടിട്ടും കേൾക്കാതിരുന്ന് ബാബയെ അപമാനിക്കരുത്. മായയുടെ അടിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി അശരീരിയായി മാറുന്നതിനുള്ള അഭ്യാസം തീർച്ചയായും ചെയ്യണം. വരദാനം: ബാബയ്ക്ക് സമാനം ദയാഹൃദയനായി എല്ലാവരോടും ക്ഷമിക്കുകയും സ്നേഹം നൽകുകയും ചെയ്യുന്ന മാസ്റ്റർ ദാതാവായി ഭവിക്കട്ടെ. എങ്ങനെയാണോ ബാബയെ ദയാഹൃദയൻ, കരുണാമയൻ എന്നൊക്കെ വിളിക്കുന്നത്, അതുപോലെ താങ്കൾ കുട്ടികളും മാസ്റ്റർ ദയാഹൃദയരാണ്. ആരാണോ ദയാഹൃദയർ അവർക്കേ മംഗളകാര്യങ്ങൾ ചെയ്യാനും അമംഗളം ചെയ്യുന്നവർക്ക് പോലും മാപ്പ് നൽകാനും കഴിയുകയുള്ളൂ. അവർ മാസ്റ്റർ സ്നേഹക്കടലായിരിക്കും. അവരുടെ പക്കൽ സ്നേഹമല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല. വർത്തമാന സമയത്ത് സമ്പത്തിനേക്കാൾ കൂടുതലായി സ്നേഹത്തിന്റെ ആവശ്യമാണ് ഉള്ളത്. അതിനാൽ മാസ്റ്റർ ദാതാവായി മാറി എല്ലാവർക്കും സ്നേഹം നൽകിക്കൊണ്ടിരിക്കൂ. ആരും വെറും കൈയോടെ മടങ്ങാൻ ഇടവരരുത്. സ്ലോഗൻ: തീവ്ര പുരുഷാർത്ഥിയായി മാറാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ എവിടെ ആഗ്രഹമുണ്ടോ അവിടെ മാർഗം ലഭിക്കുക തന്നെ ചെയ്യും. ഓം ശാന്തി.